ഹലോ നമസ്കാരം. ആരാപ്പമകളെയൊക്കെല്ലാം ആണ് ഞങ്ങൾ നിൽക്കേണ്ട എവിടെ വെച്ചാൽ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒറ്റപ്പാലം റൂട്ടിൽ കല്ലുവൈ മില്ലുംപടി പറയുന്ന സ്റ്റോപ്പുണ്ട്. അവിടുന്ന് അല്പം ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇതവിടെ 2 നിലയിലൊരു വീട് വന്നിട്ടുണ്ട്. 12 സെൻറ്റ് സ്ഥലമാണ് കേട്ടോ. അതിൻ്റെ ഫുള്ള് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വരും. പാലക്കാട് ജില്ലയിൽ നിന്ന് ഒരുപാട് കോളുകൾ എനിക്ക് വന്നിരുന്നു കേട്ടോ. ഇതിന് മുൻപ് കുറഞ്ഞ റേറ്റിന് അതേപോലെ തന്നെ ഒരു മീഡിയം റേറ്റിനൊക്കെ വീട് കിട്ടാണ്ട് വെച്ചാൽ ഒരുപാട് ആളുകൾ വിളിച്ചിന്. ഓരോട് പറയാലെന്താ വെച്ചാൽ 2 നില വീട് തന്നെ നിങ്ങൾക്ക് തരാം. കാരണം എന്താ പറയുക, പറമ്പായ സ്ഥലത്ത് മൂപ്പർ ഫില്ലറിൽ 17ഓളം ഫില്ലറിൽ നിർമ്മിച്ച വീടാണ്. അത്രയും ഉഷാറാകണം കരുതി ഉണ്ടാക്കിയ വീടാണ് ഈ വീട്. അധികം പഴക്കല്ല, പിന്നെ മഴക്കാലമായതുകൊണ്ട് പിന്നെ കുറച്ച് മൂടിക്കെട്ടലും കാരണത്താൽ വീഡിയോ കുറച്ച് ക്ലിയർ കമ്മിയുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ നിങ്ങൾ ക്ഷമിക്കുക, അല്ല വേറൊന്നും പറയാനല്ല. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇവിടെ മൂടിക്കെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്, അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ക്ലാരിറ്റി കമ്മി. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സിറ്റ് ഔട്ടിലാണ്. സിറ്റ് ഔട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം കാര്യങ്ങളൊക്കെ അല്ലേ സിറ്റ് ഔട്ട്. എന്നാൽ പെരും വലിപ്പം എന്ന് പറയാൻ മാത്രമല്ല കേട്ടോ. 1250 സ്ക്വയർ ഫീറ്റ് ആട്ടോ ടോട്ടൽ ഈ വീട് വരുന്നത്. അപ്പോൾ താഴെ ഒരു ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 14-12 14-14 വലിപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ സൂപ്പർ വീട് തന്നെയാണിത്. പിന്നെ അതിൻ്റെ ഫ്ലോറിൻ്റെ പണിയൊക്കെ പക്കയായിട്ടുണ്ട്. പക്കയാണ് പറഞ്ഞാൽ പക്കയായിട്ട് കണ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി സിറ്റ് ഔട്ടിൽ നിന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഡൈനിങ് ഹാള് നല്ല വലിപ്പമല്ല ഡൈനിങ് ഹാളാട്ടോ. നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഡൈനിങ് ഹാളാണ്. കണ്ടോളൂ. കറക്റ്റായിട്ട് ഈ വീട്ടിലേക്ക് എങ്ങനെ വരുക വെച്ചാൽ ഒറ്റപ്പാലത്തിൻ്റെയും ചെർപ്പളശ്ശേരിൻ്റെയും മണ്ണാർക്കാടിൻ്റെയും ഇടയിലാട്ടോ. അപ്പോൾ ഏകദേശം ഒറ്റപ്പാലത്തു നിന്ന് ഒരു 15 കിലോമീറ്റർ കല്ലുവായി മില്ലുംപടിക്കൊക്കെ ഉണ്ടാവും. ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ ഒക്കെയാണ് ഈ വീട്ടിലേക്ക് വരുന്നത്. കല്ലുവായി മില്ലുംപടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്പലം റോഡ്, പേര് കേട്ട അമ്പലം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് അവിടെ. അപ്പോൾ പിന്നെ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂളും കാര്യങ്ങളും കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം വന്നോളൂ. നല്ലൊരു വീട് തന്നെയാണ്. പിന്നെ അധികം പഴക്കമല്ല ഈ വീടിന്, പഴക്കമില്ലാത്ത വീടാണ്. ഒറ്റപ്പാലത്തു നിന്ന് ഇഷ്ടംമാതിരി ബസ് ഉണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെർപ്പളശ്ശേരി അതുപോലെ തന്നെ മണ്ണാർക്കാട് പോകുന്ന ബസ്സുകളൊക്കെ ഏകദേശം ഈ റൂട്ടിൽ തന്നെ പോകണം. കല്ലുവായി മില്ലുംപടി അറിയുന്ന സ്റ്റോപ്പിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഏകദേശം 800-900 മീറ്ററൊക്കെ ഈ വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു ഡൈനിങ് ഹാളിൻ്റെ വലിപ്പാട്ടോ. ഡൈനിങ് ഹാൾ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മളിഞ്ഞ് 1ാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. ഹാളിൽ നിന്നാണ് 1ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. 1ാമത്തെ ബെഡ്റൂം ഒരു സംഭവമാണ്. അത്രയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. 14-14 തോന്നുന്നുണ്ട്, അതോ 14-12. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കണ്ടോളൂ ഞങ്ങൾ. നല്ല വലിപ്പമുണ്ട് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട്. കണ്ടോളൂ. കട്ടിലിട്ടിട്ട് പിന്നെ 2 കട്ടിലിടാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടങ്ങൾ. അപ്പോൾ നമ്മളിഞ്ഞ് ഇതിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇതിൽ ഈ ബെഡ്റൂമിൽ കണ്ടോളേ. ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റ് ആട്ടോ. നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ്. ആർക്കും ബെഡ്റൂം കുഴപ്പമായിട്ട് ഇതിൽ കാണൂല. അത്രയും വലിപ്പം കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബെഡ്റൂമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും നമ്മൾ ഹാളിലേക്ക് പോവുകയാണ്. ഹാളിൽ നിന്ന് നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് തന്നെ വന്നു. നമ്മൾ വീണ്ടും ഹാള് വഴി കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് കിച്ചന്. പിന്നെ അടുപ്പും കാര്യങ്ങളും മൂട്ടിയിട്ടുള്ളത് വർക്ക് ഏരിയയിലാണ്. വർക്ക് ഏരിയ തന്നെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ് കേട്ടോ. കണ്ടുകൾ. ഇതാണ് കിച്ചനും കാര്യങ്ങളൊക്കെ ഇവിടെ. പിന്നെ ഇതാണ് വർക്ക് ഏരിയ. അടുപ്പും കാര്യങ്ങളൊക്കെ കണ്ടുകൾ ഇങ്ങനെയാണ്.
കണ്ടോളി, ആലുവടുപ്പാണ് കേട്ടോ. അപ്പം ഞാൻ വർക്ക് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ ഹാളിലേക്ക് പോവുകയാണ്. നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പം നമ്മൾ വീണ്ടും ഹാളിലേക്ക് വന്നു. ഹാളിൽ നിന്ന് നമ്മൾ കോണി കയറി അതാ മുകളിലേക്ക് പോവുകയാണ്. അപ്പം ഇപ്പം നിൽക്കുന്നത് നമ്മൾ മുകളിലെ ഹാളിലാണ്. ഹാളിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യും. ഇതാണ് ഹാള്. നല്ല വലിപ്പമുള്ള ഹാൾ തന്നെയാണ് കേട്ടോ മുകളിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലിങ്ങനെ ഒരു പണിയും ഇതിലെടുക്കാൻ ബാലൻസ് ഇല്ല കേട്ടോ. ഈ വീട്ടിൽ ഒരു പണി എടുക്കാൻ ബാലൻസ് ഇല്ല. പതിനേഴോളം ഫില്ലറിൽ നിർമ്മിച്ച വീടാണ് മൂപ്പര്. ഇപ്പോൾ വീട് അതിൻ്റെ മട്ടത്തിൽ തന്നെയാണ് മൂപ്പര് ഉണ്ടാക്കിയിട്ടുള്ളത്. കച്ചവടം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. നിങ്ങൾ മുകളിലത്തെ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം കണ്ടില്ലേ? അപ്പം നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂമിൽ പോവുകയാണ്. മുകളിൽ ഒന്നാമത്തെ ബെഡ്റൂമിൽ കേട്ടോ. ആകെ 2 ബെഡ്റൂമാണ്. താഴെ ബെഡ്റൂമും അടിയിലെ ബെഡ്റൂമും. ഇത് 14-12 തോന്നുന്നത്. ഞാൻ അടിയത്താണോ 14-14 ഇതാണാവോ. രണ്ടിലൊന്ന് 14-12 ഉണ്ട്. ഇതിലേരോ ബെഡ്റൂം. ഇത് 14-14 തോന്നുന്നുണ്ട്. എന്തായാലും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമൊക്കെ ആർക്കും ഇഷ്ടപ്പെടും. ഇത്രയും നല്ല ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ്. കണ്ടാണ് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് പക്കയാക്കിയിട്ടുണ്ട് കേട്ടോ ബെഡ്റൂമൊക്കെ. ഫ്ലോറൊക്കെ കണ്ടങ്ങൾ വെട്ടിത്തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെയാണ് ഒരു കോമൺ ബാത്റൂമാണ്. മുകളിൽ ഹാളിലാണ്. അതിൽ ബെഡ്റൂമിൽ ബാത്റൂം കൊടുത്തിട്ടില്ല. അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. മുകളിൽ കണ്ടങ്ങൾ ഹാളിലാണ് കൊടുത്തിട്ടുള്ളത്. യൂറോപ്പ് ക്ലോസറ്റാണ്. കണ്ടോ ഹാള് കണ്ടില്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ സിറ്റ് ഔട്ടിലേക്ക് പോകട്ടെ നമുക്ക്. മുകളിലത്തെ സിറ്റ് ഔട്ടാണിത്. കണ്ടോളി. കണ്ടോളി. പിന്നെ ഇതെന്താ പറയുക, ഇതിന് LED ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് പകൽ ഷൂട്ട് ചെയ്യണോണ്ട് LED ബൾബ് കാര്യങ്ങളൊന്നും നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കർട്ടനൊക്കെ ഇട്ട് സിറ്റ് ഔട്ടിൽ നല്ല സെറ്റപ്പ് ചെയ്ത് ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട് കണ്ടുകൾ. ഇനി മുകളിൽ നിന്ന് നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച കണ്ടോ കണ്ടുകൾ. എന്ത് രസമാണ് മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നിന്ന്. ആ പോണത് റോഡാണ് കേട്ടോ. നല്ല മഴയാണ്, അതുകൊണ്ടാണ് വീഡിയോ ഒരു ക്ലാരിറ്റി കമ്മി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കും. ഇപ്പം മഴക്കാലമാകുമ്പോൾ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കമ്മി ഉണ്ടാവും, എന്നാലും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, മുകളിലെ സിറ്റ് ഔട്ട് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഹാളിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണത്, മുകളിൽ തന്നെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മളെ അലക്കിയതൊക്കെ തോരടാൻ പറ്റിയൊരു സ്ഥലം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ബെഡ്റൂം എടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അത് ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ പുറത്തേക്ക് വരെ ആണ്. സീറ്റ് ഇട്ടൊക്കെയാണ് മുകളിൽ. പിന്നെ ഇവിടെ നമുക്ക് കണ്ടോ, ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ബെഡ്റൂം വേണമെങ്കിൽ എടുക്കാം. കണ്ടോ, ബെഡ്റൂമിനുള്ള സ്പേസും കാര്യങ്ങളുണ്ട്. ഇനി അതല്ല, നമ്മൾ അലക്കണതൊക്കെ ഇവിടെ നിന്ന് തോരിടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ബെഡ്റൂം എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഉണ്ട്.
അതുപോലെ തന്നെ ബാത്റൂം വേണമെങ്കിൽ ഈ ഭാഗത്തൊക്കെ എടുക്കാൻ പറ്റിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ താഴോട്ട് ഇറങ്ങാണ്. പിന്നെ അതിന് പറയുന്ന പ്രൈസ് എത്ര വെച്ചാൽ 40 ലക്ഷം രൂപയാണ് ചോദ്യം. അപ്പോൾ കുറയും. ഒറ്റപ്പാലം ഭാഗങ്ങളിൽ ഈ ഭാഗത്തൊക്കെ നല്ല വിലയുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പോൾ കുറഞ്ഞ റേറ്റിന് തന്നെയാണ് മൂപ്പരിത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് കിണർ കാണാം. അതുപോലെ തന്നെ 6ഓളം തരം പ്ലാവ് ഉണ്ട് കേട്ടോ. ഇതിൽ 6 ചക്ക കായ്ക്കുന്ന പ്ലാവ്. അതിൽ പേരൊക്കെ ഒന്നും പറയാൻ എനിക്ക് കിട്ടണില്ല, അതുകൊണ്ടാണ്. പിന്നെ കണ്ടോ കിണർ, ഇതാണ് കിണർ. പിന്നെ ഇതാണ് ഇവിടെ ഒരു വറകും പുര ഉണ്ട്, ഇവിടെ ചായ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കുളിമുറിയും ബാത്റൂമും ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതാണ് നമുക്ക് വിറക് കൊണ്ടുവന്ന് വെക്കാനുള്ള ഒരു ചായ്പും പുര. ഈ ബാത്റൂം ഞാൻ കാണിച്ചു തരാം. വരും, ഇവിടെയാണ് ഒരു പുറത്തൊരു ബാത്റൂമും ഉണ്ട്, ഒരു കുളിമുറി, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീട് വേണ്ടവർ എൻ്റെ നമ്പറായ 97 47 37 30 43 വിളിച്ചോളും. ഓണർ നമ്പർ തരാം. അവിടെയുണ്ട് കേട്ടോ. ഒരു പ്രാവിനെ വളർത്തിയതിനൊരു ചെറിയൊരു ചായ്പുംപുര അവിടെയുണ്ട്. ചെറുതും വലുതുമായ വീടുകളും സ്ഥലങ്ങളൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടു കേട്ടോ. ഓക്കെ എന്നാൽ.